വയലൻ്റ് ആക്കുന്നുണ്ടോ സിനിമ? അല്ല, ഒരു താങ്കൾ ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണല്ലോ. ആ അർത്ഥത്തിൽ എന്തുകൊണ്ടും നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമ ഒരർത്ഥത്തിൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ജനപ്രിയമായ, ഏറ്റവും ജനകീയമായ കലാരൂപമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കഥ വായിച്ചിട്ടില്ലാത്ത ഒരാളുണ്ടാകാം, ഒരു കവിത ജീവിതത്തിൽ വായിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടാകാം, ഒരു നോവൽ വായിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടാകാം. പക്ഷേ ലോകത്തെവിടെയും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെവിടെയും ഒരു സിനിമ കാണാത്ത ആളുണ്ടാവില്ല. അതാണ് ആ സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ ജനപ്രിയത എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, മറ്റ് രാജ്യങ്ങളിലെ സിനിമകൾ പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന രജനീകാന്തിന് ജപ്പാനിലൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് യാതൊരു സാംസ്കാരികമായി ബന്ധവുമില്ലാത്തൊരു രാജ്യമാണ്. അവിടെ രജനീകാന്തിൻ്റെ സിനിമകളൊക്കെ വലിയ രീതിയിലാണ് ഓടുന്നത്. നമുക്കറിയാലോ, കിം കി ഡുക്ക് എന്ന് പറയുന്ന സംവിധായകൻ, കൊറിയൻ സംവിധായകൻ, ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്ന ചലച്ചിത്ര ഫെസ്റ്റിവലിലൊക്കെ തമാശയായിട്ട് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. കിം കി ഡുക്കാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിയേറ്ററിൻ്റെ വാക്കിൽ കിം കി ഡുക്ക് ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കൂടിയുണ്ട് ഈ നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്തെവിടെയും മനുഷ്യരെ ഭാഷയുടെ അതിർത്തി പോലുമില്ലാതെ സ്വാധീനിക്കാൻ കഴിയുന്ന കലാരൂപം എന്നുള്ള നിലയ്ക്ക് സിനിമ വളരെ ജനപ്രിയമായ ഒരു കലാരൂപമാണ്. നമ്മുടെ കാര്യം തന്നെ എടുത്താൽ ഒരു ദിവസം നമ്മൾ പറയുന്ന തമാശകളിൽ എത്ര സിനിമാ തമാശകളാണുള്ളത്. എന്തുകൊണ്ടാണ് സിനിമാ തമാശകൾ നമ്മൾ ധാരാളമായി പറയുന്നത്? അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ VKN എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു തമാശ മറ്റൊരാളോട് പറയുന്നു എന്ന് വിചാരിക്കുക, അയാൾക്കത് മനസ്സിലാകണമെന്നില്ല. അതേസമയം ഞാനൊരു പോപ്പുലറായ സിനിമയിൽ ഒരു തമാശയാണ് പറയുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാരണം അയാളത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പാടുന്ന പാട്ടുകൾ, ഭൂരിഭാഗം പാട്ടുകളും സിനിമാ പാട്ടുകളല്ലേ. സംഗീതം എന്ന് പറയുന്നത് സിനിമാ പാട്ടുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട്. അല്ലാതെ കർണാടക സംഗീതവും അതിലെ രാഗങ്ങളും അല്ലല്ലോ നമ്മളിങ്ങനെ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ട്രോളുകൾ എടുത്തു നോക്കിയേ, ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നതിൽ ഭൂരിഭാഗം, ഞാൻ പറയുന്നത് 95% ഫിലിം ക്ലിപ്പിംഗ് എന്നല്ലേ ഉണ്ടാക്കുന്നത്. ആ ഫിലിം ക്ലിപ്പിങ്ങുകളുടെ തന്നെ സ്വഭാവം എന്താ? മുൻകാലങ്ങളിലുള്ള ജഗതി ശ്രീകുമാർ, അതേപോലെ കുതിരോട്ടം പപ്പു ഒക്കെ തുടങ്ങി ഇങ്ങോട്ടേക്ക് ഏറ്റവും ഒടുവിൽ സലിം കുമാർ, സുരാജ് വെഞ്ഞാറമ്മൂട് വരെയുള്ള ആളുകളുടെ ക്ലിപ്പിങ്ങുകൾ വെച്ചാണ് ട്രോളുകൾ ഉണ്ടാകുന്നത്. ഇപ്പം അടുത്തിടയ്ക്ക് സലിം കുമാർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, മുഴുനീള കോമഡി ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുന്നില്ല, മുഴുനീള കോമഡി ക്യാരക്ടറുകൾ ഉണ്ടാകുന്നില്ല. അത് ഈ ട്രോളിൽ കാണാം. ഏതാണ്ട് സുരാജ് വെഞ്ഞാറമ്മൂടിൽ അവസാനിച്ചേ നമ്മുടെ ഈ പറയുന്ന ട്രോളുകളുടെ ഫിലിം ക്ലിപ്പിങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് എന്താ തർക്കം? ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളുകളാരാ? സിനിമാ താരങ്ങളാണ്. അവരാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ അല്ലേ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകൾ പാർട്ടികൾ ഉണ്ടാക്കുകയും സംസ്ഥാനം ഭരിക്കുകയും ചെയ്തില്ലേ? അപ്പം ഈ പറയുന്ന ആളുകൾക്ക് സിനിമയ്ക്ക് പോസിറ്റീവായി ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കുമല്ലോ. നമ്മുടെ എല്ലാ മേഖലകളിലും നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു മീഡിയമായിട്ട് സിനിമ നിൽക്കുന്നു എന്ന കാര്യത്തിൽ സിനിമാക്കാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നമുക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമത്തിന് നെഗറ്റീവായും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമല്ലോ. അത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രമുഖരായിട്ടുള്ള നടന്മാർ ഒരു കാലത്ത് നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യില്ലായിരുന്നു? നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മളൊക്കെ യുക്തിബോധമുള്ളവരാണ്. ഒരു സിനിമ ഒരു കഥയെ ആസ്വദിച്ചുണ്ടാക്കുന്നതാണെന്ന് നമുക്കറിയാം. ആ കഥയിൽ ഒരു കഥാപാത്രത്തെയാണ് ആ സിനിമാ നടൻ അവതരിപ്പിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവമൊന്നും ആ സിനിമ അഭിനയിക്കുന്ന ആൾക്കില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് വില്ലന്മാരോട് അപ്രോച്ച് എന്താ? ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ വില്ലന്മാരായിരുന്ന ആളാണ് കൊച്ചിൻ ഹനീഫയും ജനാർദ്ദനും ഒക്കെ. പക്ഷേ പിന്നീട് അവർ തമാശക്കാരായി മാറിയപ്പോൾ ഇപ്പോൾ ഏറ്റവും ജനപ്രിയരായിട്ടുള്ള ആളുകളായിട്ട് അവർ മാറുന്നുണ്ട്. അതൊക്കെ ഒരു സൊസൈറ്റിയുടെ സ്വഭാവമാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്തോ ഒരു അകൽച്ച ഈ വില്ലന്മാരോട് അല്ലെങ്കിൽ നെഗറ്റീവായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരോട് എല്ലാ യുക്തിബോധവും ഉള്ളപ്പോഴും നമ്മൾ അകന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്രയും വലിയ ഇൻഫ്ലുവൻസ് ആണ്, നമ്മൾ അത്രയും പേഴ്സണലി ഇൻവോൾവ് ആയിട്ട് കാണുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് പോസിറ്റീവായി നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നെഗറ്റീവായിട്ടും സ്വാധീനിക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ സിനിമകളുടെ ഭാഗമായി വയലൻസ് ഉണ്ടാകും, സിനിമകളുടെ ഭാഗമായി വയലൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. സതയം എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ സിനിമ, ആ സിനിമയുടെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലാണ്. ഞാൻ അടുത്തിടയ്ക്ക് MT ആയിട്ട് ബന്ധപ്പെട്ട ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. അവിടെ ആ സിനിമ സംവിധാനം ചെയ്ത സിബി മലയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സതയം എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാരക്ടറിൽ മോഹൻലാൽ വരാൻ എങ്ങനെയാണ് സമ്മതിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം വെച്ചാൽ ആ സിനിമ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 3 പിഞ്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നിടത്തുനിന്നാണ് ആ സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ ാണ് മോഹൻലാലിനെ പോലെ സൂപ്പർ സ്റ്റാർ ചെയ്യുന്നത്. അപ്പോൾ സിബി മലയിൽ എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ ആ കഥയുടെ കരുത്ത്, MTയുടെ സ്ക്രിപ്റ്റിങ്, ആ കഥാസന്ദർഭങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് അതൊക്കെ കൊണ്ടാണ് മോഹൻലാൽ ആ കഥാപാത്രത്തെ ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ആ സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ? അങ്ങനൊരു ജീവിത സന്ദർഭം ഉണ്ടാകരുത് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ആ വയലൻസ് അവസാനിക്കുന്നത് നമ്മളൊക്കെ കാണാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഓരോ സിനിമകളും മുൻകാലങ്ങളിൽ എടുത്തിരുന്നതിൻ്റെ തീമിൻ്റെ ഭാഗമായി വയലൻസ് വരുമായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താ പ്രശ്നം എന്നറിയാമോ?
വയലൻസ് തീമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഉണ്ടാകുന്നു. അതായത് വയലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിങ്ങനെ ഒരു കണ്ണി പോലെ ചേർത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നു. ആ സിനിമയ്ക്ക് വലിയ രീതിയിൽ കയ്യടി ലഭിക്കുന്നു. ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു മടങ്ങിവരവായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നൊരു നടൻ ഇടക്കാലത്തൊക്കെ ഉണ്ടായ ഫ്ലോപ്പുകളിൽ നിന്ന് വലിയ രീതിയിൽ അദ്ദേഹം ഒരു ക്യാരക്ടർ റോളിലൂടെ ഭയങ്കരമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന നിലയ്ക്ക് ആണ് സൊസൈറ്റി ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ സിനിമയുടെ വയലൻസ് എത്ര പേര് ചർച്ച ചെയ്യുന്നുണ്ട്, എത്ര ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നുണ്ട്, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ വയലൻസിനെ തീമാക്കി മാറ്റുന്ന രീതിയിലേക്ക് സിനിമ മാറുന്നത് ആശാസ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് സിനിമയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. മലയാളത്തിൽ ഇപ്പം എം മുകുന്ദൻ്റെ നോവലുകൾ വായിച്ചിട്ട്, കഥകൾ വായിച്ചിട്ട് ഒരു കാലത്ത് ആളുകൾ ഭാങ്ങിനും മാരിജുവാനൊക്കെ അടിപ്പെടുന്നു, ചെറുപ്പക്കാർ അല്ലേ, അങ്ങനെ ആകർഷകരാകുന്നു എന്ന് പറഞ്ഞിട്ടൊരു വിമർശനം ശക്തമായിട്ടുണ്ടായി. ഡൽഹി എന്ന് പറയുന്നത് ഹരിദ്വാറിൽ മണിമുഴങ്ങുമ്പോൾ എങ്ങനെയൊക്കെയുള്ള നോവലുകൾ വന്നപ്പോൾ വലിയ രീതിയിൽ ഭാങ്കിലേക്കും മരിജുവാനയിലേക്കും ഒക്കെ ആളുകൾ പോകുന്നു എന്ന് പറയുന്നൊരു വലിയ വിമർശനം ഉണ്ടായി. ആ സമയത്ത് മുകുന്ദൻ പോലും പിൽക്കാലത്ത് സ്വയം വിമർശനപരമായിട്ട് അതിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആളുകളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ഒരു കഥയ്ക്ക് പോലും ഈ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്ന ജനകീയ കലാരൂപത്തിന് എത്രത്തോളം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സൊസൈറ്റി മൊത്തത്തിൽ ക്രിമിനലാകും എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരു സിനിമയിൽ നിന്ന് ഒരാളുടെ സൈക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരു ക്രൈമിലേക്ക് അയാളെ ഡയറക്റ്റ് ചെയ്യും, ഒരു ക്രൈം സംഭവിക്കും. അങ്ങനൊരു സാഹചര്യം സിനിമ ഉണ്ടാക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളിപ്പോൾ എല്ലാം കുടുംബ ചിത്രങ്ങളായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളല്ല, എല്ലാ സിനിമകളും ഒരു ഗുണപാഠം നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരല്ല. അങ്ങനെയൊന്നും അല്ലല്ലോ സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. മറിച്ച് സിനിമ ഇത്രയും ജനകീയമായിരിക്കുന്നതുകൊണ്ട് ഇന്ന് നമുക്കറിയാമല്ലോ, സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ആൾക്കൂട്ടങ്ങൾ കുറഞ്ഞില്ലേ. ഇപ്പോൾ ഉത്സവങ്ങൾ വളരെ കുറഞ്ഞു. ഒന്നാമത് ഈ ഉത്സവത്തിലേക്ക് ആളുകൾ പോകുന്നത് വളരെ കുറഞ്ഞു. ഇവിടെ ഇപ്പോഴും ആൾക്കൂട്ടങ്ങളെ ഒന്നിച്ചിരുത്തുന്നത് ആരാണ്? സിനിമയാണെന്നേ. സിനിമ എന്ന കലാരൂപമാണ് ഇപ്പോഴും ആളുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമത്തിന് ഒരു മുൻകരുതലിൻ്റെ ആവശ്യമുണ്ട്. അത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു സംശയമില്ല. അവരൊക്കെ നല്ല ഭാവനയുള്ള ആളുകളാണ്, അവർ നല്ല ആർട്ടിസ്റ്റുകളാണ്. അവരുടെ വലിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സിനിമയെ എത്തുന്നത്. ഒരു സിനിമ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? എത്ര മനുഷ്യരുടെ അധ്വാനവും പണവുമാണ് കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് എപ്പോഴും സിനിമ വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം സിനിമ ഒരു വലിയ വ്യവസായം കൂടിയാണ്, അത് കോടികളുടെ വ്യവസായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ ആ വ്യവസായത്തിൽ കഴിയില്ല. അപ്പോൾ പക്ഷേ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഫോർമുലകൾ എല്ലാ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സിനിമ. ആ ഫോർമുലയായിരിക്കും പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഫോർമുലയായിരിക്കും, അടുത്ത മറ്റൊരു കാലഘട്ടത്തിൽ മറ്റൊരു ഫോർമുല രൂപപ്പെട്ടു വരും. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന കലാരൂപമായതുകൊണ്ട് ഒരു ചെറിയ വാക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രവൃത്തിയോ പോലും ആളുകളെ വേറൊരു രീതിയിലേക്ക് വഴിതെറ്റിച്ചു വിടാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ടിട്ടൊരു ഒരു സൊസൈറ്റിയും പൂർണ്ണമായി ഈ പറയുന്ന ക്രിമിനൽസ് ആകുന്നില്ല, നല്ലവരും ആകുന്നില്ല. ഇപ്പോൾ ലോകത്തെ സിനിമകൾ, ക്ലാസിക്കായിട്ടുള്ള സിനിമകളൊക്കെ മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ? മനുഷ്യർക്ക് അനീതികൾ കണ്ടാൽ അതിനെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോം തന്നെയാണ് സിനിമ. അതുകൊണ്ട് തന്നെ സിനിമ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും ഒരാൾ വളരെ വയലൻ്റായ ഒരു കഥ എഴുതിയാൽ ആ കഥ 3.5 കോടി ജനങ്ങളും വായിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ അതിമനോഹരമായ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ, മനോഹരം എന്ന് ഞാൻ പറയുന്നത് ഒരു വിജയത്തിൻ്റെ ഫോർമുലയുടെ അടിസ്ഥാനത്തിലുള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ 1.5-2 കോടി ആളുകൾ ആ സിനിമ കാണുന്ന കാര്യത്തിൽ എന്താ തർക്കം? അത്രയും ആളുകളിലേക്ക് അത് എത്തുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ എന്തായാലും നിർബന്ധമായും വേണം. ഞാൻ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിമിനലിസം ഉണ്ടല്ലോ, സമൂഹത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലിസം, ആ ക്രിമിനലിസത്തെ പൂർണ്ണമായും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് സിനിമ എന്ന അർത്ഥത്തിലേ അല്ല. മറിച്ച് എല്ലാ ഘടകങ്ങളും പരിശോധിക്കണം. എല്ലാ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ സിനിമയ്ക്കും അതിൻ്റേതായ ഒരു റോളുണ്ട്. ആ സിനിമ വയലൻസിനെ വലിയ രീതിയിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ഒരു വലിയ ഹീറോയ്ക്കാക്കി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത്തരം തീമുകളിൽ മാത്രം സിനിമകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലരുടെയെങ്കിലും മനോനിലയെ ബാധിക്കുകയും അവരെ ഒരു ക്രൈമിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ അതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ മാറിത്തീരാൻ ആളുകൾ ശ്രമിക്കാം. അത്തരം അവസ്ഥകൾ ഒഴിവാക്കുന്നതിനുള്ളൊരു മുൻകരുതൽ സിനിമാ പ്രവർത്തകർക്ക്, സിനിമാ നിർമ്മാതാക്കൾക്ക്, സിനിമയിൽ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. ആ ഒരു ജാഗ്രത സൊസൈറ്റിക്കും ഉണ്ടാകണം. അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സൊസൈറ്റിക്കുമുണ്ട്. അങ്ങനെ ഇവിടെ കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ നിങ്ങളുടെ അഭിരുചി തന്നെയാണ് പ്രശ്നം. ഒരർത്ഥത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആസ്പദിച്ചുകൂടിയാണ് ആ പ്രോഡക്റ്റ് നിർമ്മിക്കപ്പെടുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സൊസൈറ്റിക്ക് കൂടി ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുന്ന സിനിമകളെ നിഷ്കരണം എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള റോള് ഇക്കാര്യത്തിൽ വഹിക്കാനുണ്ട്. തൽക്കാലം അത് ഒട്ടൊക്കെ നെഗറ്റീവായ റോൾ വഹിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തലാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ളത്. Meet the editors.